ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ മോളാണ് എൻ്റെ എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒക്കെ ചെയ്ത് തരുന്നത്. അവൾക്ക് എക്സാം ആയതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് വൈകിയത്. അപ്പോൾ പശുക്കളും കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. പ്രസവിച്ച പശുക്കൾക്ക് നമ്മൾ സുരഭി എന്ന് പറഞ്ഞൊരു തവിടും KS സുപ്രീമും പിന്നെ നമുക്ക് കോർപ്പറേഷനിൽ നിന്ന് തീറ്റയ്ക്കുള്ള സബ്സിഡി കിട്ടും. അപ്പോൾ ഒരു ചാക്കിൻ്റെ വിലയ്ക്ക് നമുക്ക് 2 ചാക്ക് തീറ്റ കിട്ടും. അപ്പോൾ അത് കേരള ഫുഡ്സിൻ്റെ എലൈറ്റാണ് കിട്ടുന്നത്. അതും കൂടിയിട്ടാണ് തീറ്റ കൊടുക്കുന്നത്. അപ്പോൾ കുഞ്ഞോള്, ദേവുട്ടി, വലിയോള്, പിന്നെ കിങ്ങിണി മോള്, ഒരു 4 ആളും പ്രസവിച്ചു. അപ്പോൾ 4 പശുക്കൾ ഒരുമിച്ച് ഒരു 3 മാസത്തിനുള്ളിൽ 4 പശുക്കൾ പ്രസവിക്കുന്നത് ആദ്യമായിട്ട് തന്നെയാണ് ഞങ്ങളുടെ 18 വർഷത്തെ പശു വളർത്തലിനിടയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് പാല് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ പാലൊക്കെ അളക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മരുന്നിന് പകരം കൂടുതലായും ഹോമിയോ മരുന്നുകളാണ് കൊടുക്കുന്നത്. ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വന്നു. കിങ്ങിണി മോൾക്ക് പ്രസവമൊക്കെ കഴിഞ്ഞ് പനി വന്നു. അപ്പോൾ ഒക്കെ പാല് കുറഞ്ഞു. ഉടനടി നമ്മൾ എപ്പോഴും ക്ഷീരകർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ശ്രദ്ധയും ക്ഷമയും നല്ല നിരീക്ഷണവും അവരെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊക്കെ വലിയ വലിയ അസുഖങ്ങളിലേക്ക് മാറേണ്ടതായിരുന്നു. പക്ഷെ നമ്മൾ തുടക്കത്തിലേ തന്നെ അവർക്ക് വേണ്ടത്ര ചികിത്സ കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് വേഗം രോഗങ്ങളൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ അവർ നല്ല പ്രതിരോധശേഷി ഉണ്ടാവാനായിട്ട് നമ്മൾ കാൽസ്യം പൗഡറുകളും പിന്നെ മിനറൽ മിക്സ്ചർ, നല്ല പോലെ വെള്ളം കൊടുക്കുക, പച്ചവെള്ളം ധാരാളം കുടിക്കാൻ കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താലാണ് ഇത് കൊണ്ടു പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതമാർഗമാക്കിയത് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചെറിയ കുട്ടിക്ക് ഇങ്ങനെ മോളമ്മക്കുട്ടിക്ക് ചെറുതായിട്ട് ചർമ്മമഴ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വലിയ പശുക്കൾക്കൊക്കെ ചർമ്മമഴ വരാതിരിക്കാനുള്ള വാക്സിനേഷൻ ചെയ്തിരുന്നു. അതുകൊണ്ട് അവർക്ക് വന്നാൽ തന്നെ അധികം കാര്യമാവില്ല എന്ന് തന്നെ വിചാരിക്കുന്നു. പക്ഷെ കുട്ടികൾ 3 ആൾക്കും വന്നിരുന്നില്ല. ഇപ്പോൾ ഈ കുട്ടിക്ക് വന്നു. ഒരു മഴയുണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം ഡോക്ടറെ അടുത്ത് പോകാമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ 5-6 എണ്ണം വന്നു. അപ്പോൾ ഹോമിയോ മരുന്ന് വന്ന പശുക്കുട്ടിക്ക് 4 നേരവും ബാക്കിയുള്ളവർക്ക് ഓരോ നേരമൊക്കെ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞ് ഇപ്പോൾ അതിൻ്റെ തിരക്കുകളിലാണ്. എല്ലാവർക്കും നമ്മൾ മരുന്നുകൾ കൊടുത്ത് വന്ന ആൾക്ക് മാറാനും വരാതിരിക്കാൻ വേണ്ടിയിട്ടും ചെറിയ കുട്ടികളുള്ളത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ അവർക്ക് ചർമ്മമഴ വന്ന് പൊട്ടുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ മൂക്കിൽ ചർമ്മമഴ വന്നു കഴിഞ്ഞാൽ അത് പൊട്ടി ശ്വാസകോശത്തിലേക്ക് ബ്ലീഡിങ് ഉണ്ടാകുമ്പോഴാണ് അധികവും അപകടങ്ങൾ ഉണ്ടാകുന്നതാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കത്തിലേ തന്നെ മരുന്ന് കൊടുക്കാൻ ശ്രമിക്കണം. നമ്മളിപ്പോഴും ഹോമിയോ മരുന്നാണ് കൊടുക്കാറുള്ളത്. ഇങ്ങനെ മോളുടെ കാലിൻ്റെ മുട്ടിലും ഒരു ചെറിയ നീരും പൊട്ടലും വന്നു. അപ്പോൾ ഇവരുടെയൊക്കെ കുളമ്പിൻ്റെ പ്രത്യേകത, അതിൻ്റെ ജനുസിൻ്റെ പ്രത്യേകത കൊണ്ടാവും. ഇപ്പോൾ ഡോക്ടർ പറയണ വട്ടത്തവരയുടെ ഇലയും കക്കിണവേപ്പിൻ്റെ ഇലയും മഞ്ഞളൊക്കെ ചതച്ചിട്ട് വെള്ളത്തിൽ അരച്ച് കാലിലൊക്കെ ഇടയ്ക്ക് ബ്രഷ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. പെട്ടെന്നുള്ള രോഗങ്ങൾ ബാധിക്കാതിരിക്കാൻ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കണം. ഇനി പിന്നെ ഹോമിയോ മരുന്ന് കൊടുക്കാനുള്ള ഒരു സുഖമാണ് എനിക്ക്. മറ്റേ വെയിനിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്കൊക്കെ കുത്തിവെക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതന്നെ ബുദ്ധിമുട്ടാണ്. സിറിഞ്ചും കൊണ്ടുവരുമ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യാനാണെന്നാണ് എല്ലാവരുടെയും വിചാരം. അപ്പോൾ നമ്മൾ ബലമായിട്ട് പിടിച്ച് കൊടുത്തല്ലേ പറ്റുള്ളൂ. ഇതൊക്കെ അവരോട് അവരുടെ അസുഖങ്ങളെക്കുറിച്ച് അവർക്ക് പറയാനോ ഒന്നിനും പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് അവരുടെ കൂടെ തന്നെ എപ്പോഴും അവരെ ശ്രദ്ധിച്ചിരിക്കലാണ് നമ്മുടെ ജോലി.